വാ വാട്ട് എ ഡേ ഫോർ ഇന്ത്യൻ ഫുട്ബോൾ. ഇന്ത്യൻ ഫുട്ബോൾ കത്തി നിന്ന പ്രദോഷം എന്ന് വേണം ഇന്നത്തെ വൈകുന്നേരത്തിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ. കാരണം ഐ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശകരമായ ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് ഐ ലീഗ് ഇപ്പോൾ പ്രവേശിച്ചത്. നിലവിലെ ചാമ്പ്യന്മാരായിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സിനെ പറയാം. നിലവിലെ ചാമ്പ്യന്മാരായിട്ട് അവരെ ഡിക്ലെയർ ചെയ്തു എങ്കിൽ പോലും നിലവിൽ ഒഫീഷ്യലി അവരെ താൽക്കാലിക ചാമ്പ്യന്മാരെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പ്രൊവിൻഷ്യൽ ചാമ്പ്യൻസിനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്റർകാശി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേസിന്റെ വിധി വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 പോയിന്റ് അവാർഡ് ചെയ്യപ്പെടും. അങ്ങനെ അവർ ജയിച്ചതായിട്ട് അവർക്ക് ഐ ലീഗ് കിട്ടും. സോ ഇനി ആരായിരിക്കും ചാമ്പ്യന്മാർ എന്നത് വിധിയുടെ തീരുമാനത്തിന്, അതായത് വേർഡിക്റ്റിനെ അനുസരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഇന്റർകാശി 1-3 എന്ന സ്കോറിന് രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായ പ്രശാന്തൊക്കെ ഗോൾ നേടി ഇന്റർകാശിയുടെ വിജയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ചർച്ചിൽ ബ്രദേഴ്സ് ഇന്ന് സമനില വഴങ്ങി നമ്മുടെ റിയൽ കാശ്മീരിനോട്. റിയൽ കാശ്മീരിൽ ലീഡ് എടുത്ത് ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടും എന്നൊക്കെ തോന്നിച്ചിരുന്നു. പക്ഷെ അവർ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ ലീഡ് എടുത്ത്, രണ്ടാം പകുതിയല്ല ആദ്യ പകുതി അവസാനിക്കുന്ന സമയം, ആദ്യ പകുതി അവസാനിക്കുമ്പോഴോ അല്ല എപ്പോഴാണെന്ന് ഓർമ്മയില്ല, 3 കളി ഉണ്ടായിട്ട് നമുക്ക് 3 ഇങ്ങനെ ഷിഫർ ചെയ്ത് പോലെ പോകേണ്ടതാണ്. അപ്പം 1-1 എന്ന സ്കോറിൽ ചർച്ചിൽ ബ്രദേഴ്സും റിയൽ കാശ്മീർ എഫ് സിയും തമ്മിലുള്ള മത്സരം പിരിഞ്ഞു. അതിനുശേഷം നമ്മുടെ ഗോകുലം കേരള എഫ് സിയും ഡംബോ ഗോവയും തമ്മിലുള്ള മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി തുടർച്ചയായിട്ട് ലീഡുകൾ എടുത്തിട്ടും പിന്നീട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 2 തവണ ലീഡ് എടുക്കാൻ ഗോകുലം കേരളയ്ക്ക് കഴിഞ്ഞു. 2-0 എന്ന വളരെ വ്യക്തമായിട്ടുള്ള മാർജിൻ ആദ്യ പകുതിയിൽ തന്നെ അവർ നേടി. പക്ഷേ ഡംബോ ഗോവ ശക്തമായി തിരിച്ചടിച്ചു. 4 ഗോളുകൾ ഗോകുലത്തിന്റെ വലയിലേക്ക് നിക്ഷേപിച്ചു. പഴയ ഗോകുലം താരമായിട്ടുള്ള മാർട്ടിൻസ് ആണ് ഗോകുലത്തിന്റെ പാർട്ടി പൊളിച്ചത് എന്ന് പറയാം. ഏതായാലും ഗോകുലത്തിന് ഇനി ഇല്ല, തീർന്നു. നിലവിൽ താൽക്കാലിക ചാമ്പ്യന്മാരായിട്ട് ചർച്ചിൽ ബ്രദേഴ്സിനെ പ്രഖ്യാപിച്ചു.